റെയ്ഡ് നടത്തിയിട്ട് ഒരു വയസ്സുകൾ കുറിച്ചിനെ ഒന്നും സംഭവിച്ചില്ല. ഞാൻ വോയിച്ചിട്ടു. കാരണം എന്നിട്ട് പോലും തൊട്ട മഹലിലുള്ളവരും ഇവർ പോലും ആ വീട്ടിലേക്ക് പോകാൻ അവരെ വന്നിട്ട് ഉപദേശിച്ചെന്ന് ഞാൻ അറിയാം. ജമാഅത്ത് നടക്കും പുറത്താക്കി. ഞങ്ങൾ 6 മാസം പരിസംഖ്യ കൊടുത്തിട്ടെങ്കിൽ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കൂല. പാട്ടും ബൈക്കും കല്യാണത്തിന് ഇതിന് എന്താ പറ്റാത്തത്? ഞാൻ പിന്നെ ഈ ഭരണതലത്തിലേക്ക് ജമാഅത്തിന്റെ ഭരണ സംവിധാനത്തിലേക്ക് യുവാക്കൾ തന്നെ വരണം. ഒരാളെ പോയി നോക്കണ്ട. ഇല്ലേ, ഞാൻ ചിന്തിക്ക് എന്റെ ഓടും എന്റെ മക്കളും സേഫാണ്. നമുക്ക് ലൈസൻസ് ഉണ്ട്, നമ്മൊരു സൈഡിലെ വണ്ടി കൊണ്ടുപോകുന്നതെങ്കിലും ഞാൻ നിയമം പാലിക്കുന്നു. പക്ഷെ അപ്പുറത്ത് വന്നോ ലഹരിയിലാണ് ലൈസൻസ് ഉണ്ടെങ്കിൽ എന്നെ അടിച്ചു കൊല്ലും. അപ്പൊ നമ്മൾ ഇതുണ്ടെങ്കിൽ ഇന്നലെ നാളെ എന്റെ പോലെയും ഇത് കയറും. ഓരോരുത്തരും വളരെ ആലോചിച്ചേ പറ്റും. ഇതില് ഒരു പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട. നോക്കിയാൽ കാരണം നാളെ ആ പറഞ്ഞ് സംരക്ഷിച്ചവർ പിന്നെ ഒറ്റപ്പെടും. അവരെ മക്കൾ ഇല്ലാതാക്കും. അന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവില്ല. ഇത് നിസ്സാരമാണ്, നമ്മൾ കാണുന്നില്ല, ഇതിന് മണമില്ല, ഗന്ധമില്ല, ആരും അറിയുന്നില്ല. പക്ഷേ ഇന്ന് വന്നവര് ഒരു സ്ക്വാഡ് ഉണ്ടാക്കാൻ എത്രയും പെട്ടെന്ന് അടുത്ത മീറ്റിംഗ് എത്രയും പെട്ടെന്ന് വിളിക്കുക. അത് അരമണിക്കൂർ മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് 2-3 മണിക്കൂർ മാക്സിമം ശബ്ദത്തിൽ നമ്മളെ മഹലിൽ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആരാണ് നാട്ടിലില്ല, ആരാണ് വരുന്നത് ശരി നമുക്ക് തീരുമാനിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്തൊരു കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ട് ഈ പറഞ്ഞ യോദ്ധാവ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തേ പറ്റൂ. നമ്മൾ ഇപ്പം തന്നെ നമ്മൾ തൊട്ടടുത്ത പല വീടുകളിലും ലോണിലും മറ്റതും കടവും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെല്ലാം പല കൊട്ടാരത്തിലും താമസിക്കുന്നവര്. ഒരു ജമാഅത്തും ആരും അറിയുന്നില്ല, സഹായിക്കുന്നില്ല. സക്കാത്ത് കൃത്യമായിട്ട് പിരിച്ചിട്ട് അവരെ പ്രശ്നങ്ങൾ ആരും അവരവരെ ഞാൻ എന്റെ ഓർമ്മ എന്റെ ഭർത്താവ് ചുരുങ്ങിയ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നിപ്പോൾ. ഓരോ വീടുകളിൽ ഞാൻ പറയുന്നത് ഉറക്കം നഷ്ടപ്പെട്ടവരാണ്. ലോണെടുത്തിന്റെ പേരിലും മറ്റേ മറിച്ചല്ല. പക്ഷെ ഒരാളും അറിയുന്നില്ല, ഇടപെടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് കളിയും ഗ്രൂപ്പും എന്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മനുഷ്യന്റെ പ്രശ്നങ്ങൾ കാരണം അതും ഞാൻ നോക്കണ്ട. മനുഷ്യന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇടപെടി ഓരോ ഞാൻ പറഞ്ഞ ഏരിയയിലെ യുവാക്കളും വഴി തെരുവിൽ ഇറങ്ങുക. രാത്രി 12 മണി 1 മണി വരെ നമ്മൾ തന്നെയാണ് റൈഡിന് ഇറങ്ങും. പക്ഷെ അതിന്റെ നിയമ സംവിധാനങ്ങൾ എന്നാണ് നമുക്ക് ജമാഅത്തിന്റെ അധികാരം എന്നാ അത് വെച്ചിട്ട് ഇറങ്ങി ഒരു 1-2 മാസം സ്ട്രിക്റ്റ് ആയിട്ട് റോന്ത് ചുറ്റടക്കം വേണ്ടിയിട്ട് നമുക്ക് ചുറ്റാ. ആരെല്ലാം യുവാക്കള് എല്ലാം നിൽക്കും. ഒരു രാഷ്ട്രീയ സംഘടന പോലും ആ നാട്ടിലുള്ള ജനത ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ഭരണകൂടത്തിനെ പോലും ഇല്ലാതാക്കാൻ പറ്റി. സമൂഹത്തിന് ഒരു മന്ത്രിയോ ഒരു പ്രധാനമന്ത്രിയോ ഒന്നല്ല അതിന്റെ പവർ. ആ സമൂഹം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾക്കും അനീതിയും തോന്നി മാസം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റൂല. പക്ഷെ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഇതിനുള്ളിൽ നടക്കുന്ന ഈ മീറ്റിംഗ് പുറത്തുള്ള ഈ മീറ്റിംഗിന് വരാത്തവരോ അറിയാത്തവരോ ഒന്നും അറിയുന്നില്ല എന്താണ് ചർച്ച നടന്നത്. ഞാൻ ചോദിക്കുന്ന ചർച്ച ഐക്യ ജമാഅത്തിൽ ആളുകളായിട്ട് നാട്ടിലുള്ള എത്ര വ്യക്തികളുണ്ട്, അതിന്റെ എത്ര ശതമാനം ഇങ്ങനെ വന്നിട്ടുള്ളത് പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല. പല ആൾക്കാർക്ക് താല്പര്യമില്ല. പിന്നെ പല ആൾക്കാരും പറയുന്നത് ഇത് എത്ര മീറ്റിംഗുകൾ ജമാഅത്തിന്റെ ഇതിലുള്ള നടക്കും, വീടൊന്നും നടക്കാൻ പോകുന്നില്ല. പുറത്ത് നിൽക്കുന്നവർക്കും പറയുന്നത് അതാണ്. അതൊരു ഭരണകൂടത്തിന്റെ പരാജയമാണത്. അപ്പം ഇനി ഞാൻ പറയുന്നത് ഈ ജമാഅത്ത് മെമ്പർഷിപ്പിലേക്ക് യുവാക്കൾക്ക് വരാൻ പറ്റുന്ന പരമാവധി യുവാക്കൾ അവർക്കേ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രായമുള്ളവരെ അവരെ ദീർഘവീക്ഷണവും അവരെ ഉപദേശവും കാര്യങ്ങളും എല്ലാം അന്വേഷിച്ച് ആദ്യം വന്ന അച്ചടക്കത്തോടു കൂടി യുവാക്കൾ ഇതിനെ നയിക്കുക. അപ്പൊ ബാക്കിയുള്ളവർ അഭിപ്രായം പറയേണ്ടവർ പറയല്ലാണ്ട് ഇത് നമുക്ക് എഴുതിയിട്ട് കാര്യമില്ല.